പവിത്രം സീരിയൽ സീസൺ 2-ൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു പോലീസ് ഓഫീസറിനെയാണ്. ദില്ലിയിലെ സിറ്റി കമ്മീഷണറായ തരുണിനെയാണ് കാണിക്കുന്നത്. തരുൺ ഭാര്യയും കൊണ്ട് ഒരു മോളിൽ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്, രാധികയും കൂട്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഗുണ്ടകൾ വന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ ഭാര്യ മയങ്ങി വീഴുന്നുണ്ട്. അടിയുണ്ടാക്കുന്ന ആ ടൈമിൽ മയങ്ങി വീഴണം. അങ്ങനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വേദ വന്നിട്ട് ദില്ലിയിൽ ലാൻഡ് ചെയ്യാണ്. എന്നിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, ശ്രേയയുടെ. എന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വിക്രം പുറത്തിറങ്ങുമ്പോൾ ഞാനും കുട്ടിയും പുറത്തുണ്ടാവണം അവനെ സ്വീകരിക്കാനായിട്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിച്ചേ മതിയാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് എൻ്റെ ആങ്ങള എന്ന് വേണ്ടി പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇത് എൻ്റെ സ്വന്തം ആങ്ങളയായതുകൊണ്ട് അയാൾ അത് നിറവേറ്റാൻ വേണ്ടി എന്ത് ചതിയും ചെയ്യാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മകനെ എന്ത് വിറ്റിട്ടാണെങ്കിലും അവനെ പുറത്തിറക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഭാര്യ പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തം വീട് പോലും നമുക്ക് നഷ്ടപ്പെട്ടില്ല, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. 2 മക്കളെയും ഞാൻ അവരുടെ വഴിക്ക് വിട്ടത് അതുകൊണ്ടാണ്. നമ്മൾ വയസ്സാം കാലത്ത് അവർക്കൊരു ബാധ്യത ആയിക്കൂടാ എന്ന് കരുതിയിട്ടാണ് കമലയെ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. നമ്മൾക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. പക്ഷേ നമ്മുടെ മകനെ വിക്രത്തിനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കമലയാണെങ്കിൽ നല്ലോണം വിഷമിച്ചിട്ട് കരയുകയൊക്കെ ചെയ്യാണ്. വേദയെയും കൂട്ടി ശ്രേയ നാട് കാണാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ആ ടൈമിൽ ഒരു കുട്ടി റീൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരും പെടുകയാണ്. അങ്ങനെ അത് വേദയുടെ ആങ്ങളെ കാണാൻ ഇടയാവുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളെ ഏൽപ്പിക്കുന്നുണ്ട്. വേദ എവിടെയാണ് നോക്കണം, ഏത് ഹോസ്പിറ്റലിലാണെന്ന് നോക്കണം. ചിലപ്പോൾ പേര് മാറ്റിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകളുടെ അടുത്ത് പറയുന്നുണ്ട്. വേദയും കൂട്ടി ശ്രേയ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് അഡ്മിറ്റ് ആകുന്നുണ്ട്. അവിടെയാണ് തരുണിൻ്റെ ഭാര്യ രാധികയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലീഡിങ് ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ എടുക്കണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സിസ്റ്റർ വേദൻ്റെ അടുത്ത് പറയുന്നുണ്ട്. രാധിക കിടക്കുന്ന അതേ വാർഡിൽ തന്നെ വേദയെയും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. വേദ വിക്രത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ശ്രേയ പറയുന്നുണ്ട്, എന്താണ് കരയുന്നത്, അങ്ങനെ കരയൊന്നും വേണ്ട, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രത്തെക്കുറിച്ചുള്ള നല്ല മൊമെൻ്റ് ആലോചിച്ച് ഞാൻ കരഞ്ഞതാണ്, എൻ്റെ ആനന്ദ കണ്ണീരാണ്. ആദ്യമൊക്കെ ഞങ്ങൾ തമ്മിൽ വെറുപ്പായിരുന്നു, പിന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ സ്നേഹിക്കുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ ഒരവിടെ, വിക്രം ഒരവിടെയാണ് ഇരിക്കുന്നത്. എന്താ ചെയ്യുക, നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു ഉപകാരത്തിന് നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ നിന്നെ നോക്കിയിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് നീയാണ് ശ്രേയ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് വേദ. വിക്രം ആണെങ്കിൽ ജയിലിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള ആൾ പറയുന്നുണ്ട്, വിഷമിക്കണ്ട, പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു ലൈഫ് കാത്തിരിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക മനസ്സിനെ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേദയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനൊരു റൗഡിയായിരുന്നു, എന്നെ ഈ വിധത്തിൽ മാറ്റിയെടുത്തത് വേദയാണ്. ഞാൻ ജയിലിലേക്ക് പല പ്രാവശ്യം പോകാൻ നിന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എന്നെ തടഞ്ഞതും താങ്ങി നിർത്തിയതും എല്ലാം വേദയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ലൈഫ് ജീവിക്കണം എന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനിപ്പോൾ എത്തിപ്പെട്ടത് ഇങ്ങനെയുള്ള സ്ഥലത്തായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രം. അത് കണ്ടതും കൂടെയുള്ള ആൾ പറയുന്നുണ്ട്, നമ്മളെ ഇവിടെയുള്ളൂ, നമ്മളുടെ മനസ്സ് പുറത്തല്ലേ, ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് അയാൾ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേദയുടെ ആങ്ങളെയാണെങ്കിൽ വേദയെ തിരഞ്ഞ് എല്ലാ ഹോസ്പിറ്റലുകളിലും തിരഞ്ഞ് നടക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.